ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം കാണാവേ. അതിനായി ഞാനിതാ ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു മൺകലത്തിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചട്ടിക്കകത്തോ മൺകലത്തിലോ ഒക്കെയാണ് സാധാരണ ചെയ്യുന്നത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ചട്ടിയോ അല്ലെങ്കിൽ ഈ മൺചട്ടിയോ അല്ലെങ്കിൽ മൺകലമോ പിന്നെ പ്ലാസ്റ്റിക് ബാഗുകളോ ചാക്കുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനായി ഞാൻ ആദ്യം കുറച്ച് മണ്ണാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ സാധാ മണ്ണ് കേട്ടോ, നമ്മുടെ സാധാ മണ്ണാണ്. ഒരു ലെയർ മണ്ണിട്ടു. ഇതാണ്ടോ, ഒരു ലെയർ മണ്ണിട്ടല്ലോ. അതിന് ശേഷം നമ്മൾ കുറച്ച് വേസ്റ്റുകളാണ് ഇടുന്നത്. പഴുത്തൊലിയുണ്ട്, പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ വളരെ കുറവാണ്. ഞാൻ തനിച്ചായതുകൊണ്ട് കറികളൊക്കെ അധികം വെക്കാറില്ലല്ലോ. പിന്നെ നമ്മൾ ഇതാണ് ഇടുന്നത്, ചകിരിച്ചോറാണ് ഇടുന്നത് കേട്ടോ. ചകിരിച്ചോറാണ് ഇടുന്നത്. ചകിരിച്ചോറോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ചേർക്കാം കേട്ടോ. ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. വീണ്ടും നമുക്ക് അടുക്കള വേസ്റ്റ് ഇടാം. മുട്ടത്തോടും തേയിലച്ചണ്ടിയും പഴുത്തൊലിയും എല്ലാം ഇടാം കേട്ടോ. ഇതിനകത്ത് കറികളൊന്നും ഇടരുത്. ചോറുണ്ടെങ്കിൽ അതും ഇടാം. കറികൾ പിന്നെ എരിവും ഒക്കെ ഉള്ളതും എണ്ണമയം ഉള്ളതൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഒരു ലെയർ ചകിരിച്ചോറിട്ടു. ഇതിനകത്ത് ശകലം പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചച്ചാണക സ്ലറിയോ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും കേട്ടോ. നമ്മൾ വീണ്ടും ഇടുകയാണേ. ഇത് ഫോണ് കൈവച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചിലർ പറയും ഈ അടുക്കള വേസ്റ്റ്, അതായത് പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇടുമ്പോഴത്തേക്കും പുഴു വരുന്നെന്നൊരു പരാതിയുണ്ട്. പുഴു കയറുമ്പോൾ അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? കുറച്ച് ചാരം ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. കുറച്ച് ചാരം ഇങ്ങനെ വിതറി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പച്ചക്കറി വേസ്റ്റിനകത്തുള്ള ജലാംശമെല്ലാം ചാരം പിടിച്ചെടുത്തോളും. അപ്പം വെള്ളത്തിൻ്റെ അംശം കൂടുന്നത് കൊണ്ടാണ് അതിനകത്ത് പുഴു വരുന്നത്. പക്ഷേ പുഴു വരണം, കൃമി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ പിച്ച് കീറി ഇട്ട് കൊടുത്താൽ മതി. കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വരുന്ന ജലാംശം പേപ്പർ വലിച്ചെടുത്തോളും. അങ്ങനെ അത് പുഴു വരാതെ നല്ല കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ എനിക്ക് വേസ്റ്റ് കുറവാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫില്ലായിട്ടില്ല. ഇനി വരുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇടും. പിന്നെ നമുക്ക് ഈ വാഴക്കൂമ്പിൻ്റെ പുറത്തെ ഇത് നമ്മൾ കളയുമല്ലോ തോരൻ വയ്ക്കാൻ, അതൊക്കെ അരിഞ്ഞ് ഇതിനകത്ത് ഇടാം കേട്ടോ. എല്ലാം ചെയ്യാം. അപ്പോൾ ഒരു ലെയർ മണ്ണും കൂടി ഇട്ട് ഞാനിത് ഫില്ല് ചെയ്ത് കേട്ടോ. ഇനിയും വരുന്ന വേസ്റ്റുകളെല്ലാം ഞാൻ ഇതിനകത്തിട്ടിട്ട് കമ്പോസ്റ്റാക്കി എടുക്കും. ചകിരിച്ചോറും കൂടെ ഒക്കെ ഇട്ട് കമ്പോസ്റ്റാക്കി എടുക്കും. വേസ്റ്റ് കുറവായതുകൊണ്ടാണ് ഫുള്ള് കാണിക്കാഞ്ഞത്. ഓക്കേ.